നമ്മെ സംബന്ധിച്ച് ഒരു കക്ഷിക്കും മറുപടി പറയാൻ നമ്മുടെ വക മറുപടി ഉണ്ടാക്കാൻ ആവശ്യമില്ല. ഈ വാദം അന്ന് പറഞ്ഞു പോയിട്ടുണ്ടാവും, അതിൽ അന്നത്തെ പണ്ഡിതന്മാർ മറുപടിയും പറഞ്ഞിട്ടുണ്ടാവും. അത് വായിച്ചു നോക്കി പറഞ്ഞാൽ മാത്രം മതി. അപ്പം അത് ഒരു മുഴുജത്താണ്. എത്ര പുതിയ വാദങ്ങൾ വന്നാലും പിൽക്കാലക്കാരായ ആളുകൾക്ക് അതിൽ പ്രത്യേകിച്ച് പണി നമ്മൾ ഏൽപ്പിച്ചിട്ടില്ല. ആ പണിക്ക് മുൻഗാമികൾ തന്നെ ചെയ്തു വെച്ച് പോയി. അന്ന് അവർ പറയാത്തൊരു വാദം ഇനിയും ഒരാളും പറയാൻ പോകുന്നത്. ഏതെങ്കിലും പറഞ്ഞാൽ അന്ന് പറഞ്ഞ ഒരാളുടെ ആശ്രയിക്കും. അതിപ്പോൾ എന്തിനൊക്കെ കുറച്ച് കൂട്ടലും കൊടുക്കലുണ്ടാവുന്നല്ലാതെ അന്ന് പറഞ്ഞു വെച്ച കക്ഷികളുടെ വാദങ്ങൾ ഏതെങ്കിലും ഒന്നായിരിക്കും പിന്നീട് വരുന്ന ആളുകൾക്ക് എടുത്തുപയോഗിക്കുക. അതാണ് 72 സംഘമായി പിരിഞ്ഞപ്പോൾ 72 പഴിച്ചത്. ഇന്നിപ്പോൾ അതിലേറല്ലേ, എത്രയോ ആയിരക്കണക്കിന് സംഘങ്ങൾ വേണമെങ്കിൽ നമ്മൾ എണ്ണാൻ കഴിയും. അപ്പം ഇതൊക്കെ പിന്നെന്താ, അതൊക്കെ ഈ 72 മടങ്ങുന്നതാണ്. 72 ആ 72 7 മടങ്ങുന്നു. 7 നിന്നാണ് ബാക്കിയെല്ലാം ഉണ്ടായി വന്നത്. അതിലാണ് ഖവാരിജ്, ഷിയ, അതേപോലെ ഖദരി, മുഅ്തസില അടക്കമുള്ള 7 സംഘങ്ങൾ. ആ 7 സംഘങ്ങളിൽ നിന്നാണ് ബാക്കിയെല്ലാം ഉണ്ടായി വന്നിരിക്കുന്നത്. അതാണ് ഇഖ്തിലാഫൻ കസീറ, ധാരാളം ഇഖ്തിലാഫ്, ധാരാളം. അന്നവരെ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന കാലമാണല്ലോ. അന്ന് ഹദീസ് ഉണ്ടാവും, അതിപ്പോൾ ചരിത്രം ഉണ്ടാവും. അത് നേക്കുന്നേരെ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ്. അന്ന് രചനകളെക്കാളേറെ അത് നേക്കുന്നേരെ എന്നോട് ഇന്നാൾ പറഞ്ഞു എന്നുപോലെ ചരിത്രമടക്കം അതിന് ചോയ്സിൽ നിന്ന് അധികമൊന്നും കാലം പോയിട്ടില്ല. മാത്രമല്ല ഈ സംഘങ്ങളെപ്പറ്റി പറയണത്, ഓരോ സംഘം അന്ന് ലൈവായിട്ടുണ്ട്. അദ്ദേഹം എഴുതുന്ന കാലത്ത് ഈ സംഘങ്ങളൊക്കെ അന്ന് നാട്ടിൽ ലൈവായി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവരെ വാദങ്ങളെ അവരുടെ ആളുകളിൽ നിന്ന് കേട്ട്, അവരുടെ പണ്ഡിതന്മാരിൽ നിന്ന് കേട്ട്, അതേപോലെ അവരുടെ രചനയിൽ നിന്ന് മനസ്സിലാക്കി നേക്കുന്ന എടുത്തു പറയാണ് അദ്ദേഹം അന്ന് ചെയ്യുന്നത്. ഇത് പക്ഷെ ഡീപ്പായിട്ടില്ല. ഡീപ്പായിട്ട് ഈ എല്ലാ സംഘത്തിനെയും ആശയം അത്രയും മൈന്യൂട്ടായി സമൂഹത്തെ പഠിപ്പിച്ചത് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയാണ്. പറയപ്പെടാറുണ്ട്, എതിരാളികളെ വാദം എതിരാളികളെക്കാൾ ഏറെ അറിയുക അദ്ദേഹത്തിനാണെന്നാണ്. എതിരാളികൾക്ക് പോലും അറിയില്ല ഓല വാദം അത്ര ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട്. അത് അദ്ദേഹത്തിന് അറിയും. എന്നാൽ ഓരോന്നിനും അദ്ദേഹം മറുപടിയും എഴുതി, കിതാബ് എഴുതി. അതല്ല ഉള്ള കിതാബിൽ അത് പ്രത്യേകം പരാമർശിച്ചു. ഇങ്ങനെ ഓരോ ആളുകളെയും വാദം അദ്ദേഹം എടുക്കുകയും ആ വാദത്തിൻ്റെ അപകടങ്ങൾ, അതുവഴി ചെന്ന് ചേരുന്ന മറ്റു വാദങ്ങൾ, അത് മുഖേന അവരെത്തിപ്പെട്ട അപകടങ്ങൾ, ഇങ്ങനെ ഓരോന്ന് അദ്ദേഹം അതിൽ വളരെ മൈന്യൂട്ടായി പരാമർശിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത് പറയാൻ പറ്റൂല. അതിൽ ഒരു പദമാണെങ്കിൽ പോലും എതിരാളി ഉപയോഗിച്ചൊരു വാക്ക് പോലും ആ വാക്ക് ഉപയോഗിക്കാൻ പറ്റൂല. ആ വാക്ക് ഉപയോഗിച്ചാൽ ഇന്ന പ്രശ്നമുണ്ട്, ആ വാക്ക് ഉപയോഗിച്ചാൽ ഇന്ന പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ വാക്കല്ല ഉപയോഗിക്കേണ്ടത്, പകരം ഈ വാക്കാണ് ഉപയോഗിക്കേണ്ടത്. അത്രയേറെ ആഴത്തിലേക്ക് ഇറങ്ങി ഇബ്നു തൈമിയ്യ റഹിമഹുല്ല എതിരാളികളെ, ബിദ്അത്തിന്റെ കക്ഷികളെ മുഴുവനും അദ്ദേഹം ആ നിലക്ക് വൈജ്ഞാനികമായി ഖണ്ഡിച്ച ആൾ കൂടിയാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല. അപ്പം അദ്ദേഹത്തെ പോലെ അതിൽ അത്ര ഉള്ളിലേക്ക് ഇറങ്ങിയ വേറൊരാളില്ല എന്നാണ്. അദ്ദേഹം ഓരോരുത്തർക്കും മറുപടി എഴുതിയിട്ടുണ്ട്, ഒറ്റ വളയിട്ടില്ല. അദ്ദേഹം ഓരോ വിഭാഗത്തിനും മറുപടി ആയിക്കൊണ്ട് പ്രത്യേകം എഴുതിയാണ് ചെയ്തത്. മുഷബ്ബികൾക്ക്, മുർജികൾക്ക്, മുഅ്തസിലികൾക്ക്, ഇങ്ങനെ ഓരോ വാദം വരുമ്പോഴും അതെല്ലാം അദ്ദേഹം പ്രത്യേകമായി അദ്ദേഹം അതിൽ ഗണനമായി എഴുതുന്നു. ഏതായാലും എനിക്ക് ശേഷം നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ ഫസയറ ഇഖ്തിലാഫൻ കസീറ, ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ അവൻ കാണും. അതുകൊണ്ട് എന്ത് വേണം, വ്യത്യാസം വരുമ്പോൾ എന്താ ചെയ്യണം, നിലപാട് എന്താവണം, അതാണ് പിന്നെ പഠിപ്പിക്കുന്നത്. ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ. അതിനാൽ ഫഅലൈക്കും, അന്ന് നിങ്ങൾ മുറുകെ പിടിക്കുക, ബിസുന്നതി, എൻ്റെ ചര്യയെ, എൻ്റെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കുക, വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, സച്ചരിതരായ ഖലീഫമാരുടെ ചര്യകളെയും നിങ്ങൾ മുറുകെ പിടിക്കുക. അപ്പം എൻ്റെ കാലശേഷം അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. അഭിപ്രായ വ്യത്യാസം വന്നാൽ ഏതും വേണ്ട എന്നല്ല പറഞ്ഞത്, അല്ലെങ്കിൽ എല്ലാം ശരിയാണ് എന്നല്ല പറഞ്ഞത്. എല്ലാ അഭിപ്രായ വ്യത്യാസവും ശരിയാണെന്നല്ല, അല്ലെങ്കിൽ ഒന്നും വേണ്ട എല്ലാം ഒഴിവാക്കണമെന്നല്ല. നേരെ മറിച്ച് എൻ്റെ സുന്നത്തും എൻ്റെ ഖുലഫാഉർ റാഷിദീൻ്റെ സുന്നത്തും നിങ്ങൾ മുറുകെ പിടിക്കുക. ഫഅലൈക്കും ബിസുന്നതി, എൻ്റെ സുന്നത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക. ആ സുന്നത്ത് നടപ്പാക്കി കാണിച്ചവരാണ് ഖുലഫാഉർ റാഷിദീങ്ങൾ. അല്ല ഒരിക്കൽ വേറെ സുന്നത്തില്ല. എൻ്റെ സുന്നത്തിന് അവരുടെ സുന്നത്ത് രണ്ട് സുന്നത്തുണ്ടോ? ഇല്ല. നബിയുടെ സുന്നത്തിനെ
നബിക്ക് ശേഷം പ്രവൃത്തിപഥത്തിൽ കാണിച്ചവരാണ് അവർ. ഇതുപോലെ ബക്കറി കാണാം, യാക്കൂബ് അലൈഹി സ്വലാം മരിക്കാൻ കിടക്കുമ്പോൾ മക്കളോട് ചോദിച്ചു, മാ തഅ്ബുദൂന മിൻ ബഅദി, എൻ്റെ കാലശേഷം നിങ്ങൾ ഏതിനെയാണ് ആരാധിക്കുക? ഖാലൂ നഅ്ബുദു ഇലാഹക വ ഇലാഹ ആബായിക, പാപ്പ നിങ്ങളുടെ ഇലാഹിനെയാണ് ഞങ്ങൾ ആരാധിക്കുക. വ ഇലാഹ ആബായിക, നിങ്ങളുടെ പിതാക്കന്മാരുടെയും ഇലാഹിനെയാണ് ആരാധിക്കുക. അപ്പോൾ രണ്ട് ഇലാഹുണ്ടോ? ഇല്ല, രണ്ടും തന്നെയാണ്. എന്നതുപോലെയാണ് എൻ്റെ സുന്നത്തും ഖുലഫാഉ റാഷിദീന്റെ സുന്നത്തും എന്ന് പറയുമ്പോൾ നബി പഠിപ്പിക്കാത്ത സുന്നത്ത് പിന്നെ ഒലിക്ക് പറണ്ടാവോ? അതുണ്ടാവില്ല. പക്ഷേ നബിതങ്ങളുടെ സുന്നത്ത് നബിതങ്ങളുടെ കാലശേഷം പ്രവൃത്തിപഥത്തിൽ ചെയ്തു കാണിച്ചവരാണ് ഖുലഫാഉ റാഷിദ, 4 ഖലീഫന്മാർ. ഇപ്പം നബിയോ ഇത് ഭരണകാലത്ത് ഖലീഫമാരില്ല, അന്ന് ഖലീഫ ചെല്ലും, അത് പിന്നുണ്ടായി വന്നാണ്. അപ്പം അതിലേക്കൊക്കെ സൂചന ഇതിന് കിട്ടി. നബിക്ക് ശേഷം ഖലീഫമാർ വരുമെന്നും അവരും മാതൃകയാക്കപ്പെടേണ്ടവരാണ് എന്നുമൊക്കെ നബി തങ്ങൾ ഈ ഹദീസിലൊക്കെ മുമ്പേ പഠിപ്പിച്ച് പോയി എന്നർത്ഥം. അതെ, ഖിലാഫത്ത് 30 കൊല്ലമാണ് എന്ന് ഹദീസ് നബി പഠിപ്പിച്ചിട്ടുണ്ട്. 30 കൊല്ലമാണ് ഖിലാഫത്ത്, പിന്നീട് അവിടെ ഇമാറത്ത് വരും എന്നൊക്കെ ഹദീസിൽ പരാമർശം കാണാൻ കഴിയും. അപ്പൊ എൻ്റെ സുന്നത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, ഹിദായത്ത് സ്വീകരിച്ച, അത് വേറെ, അതും ഇതും രണ്ടും രണ്ടല്ലേ. ആ ഖിലാഫത്തും ഈ ഖിലാഫത്തും അതൊരു ബന്ധവുമില്ല. ആ മഹ്ദിയീങ്ങളായ ഹിദായത്ത് സ്വീകരിച്ച സച്ചരിതരായ എൻ്റെ ഖുലഫാഉർ റാഷിദീങ്ങളുടെ ചര്യയെയും നിങ്ങൾ മുറുകെ പിടിക്കുക. അപ്പൊ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണ് ആ വിശുദ്ധ നബിയുടെ മാതൃക എന്താണ്, നബിയുടെ മാതൃക പ്രകാരം ഖലീഫന്മാർ എന്താണ് അവിടെ പ്രവർത്തിച്ചത്, അത് നോക്കിയാൽ മതി. തർക്കം